വീണ്ടും ഗവർണറോട് നേരിട്ട് ഏറ്റുമുട്ടാനൊരുങ്ങുകയാണ് സർക്കാർ എന്ന വാർത്ത വരുന്നു. സാങ്കേതിക സർവകലാശാല VC നിയമനത്തിന് ഗവർണറെ മറികടന്ന് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. ഗവർണർ ഇനിയും അംഗീകാരം നൽകാത്ത ബില്ലിലെ വ്യവസ്ഥയനുസരിച്ചാണ് 5 അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഗിരീഷ്, ഗവർണർ ഇനിയും അംഗീകാരം നൽകാത്ത ആ ബില്ലിലെ വ്യവസ്ഥകൾ അനുസരിച്ച് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതെങ്ങനെയാണ് ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? പ്രവിത, ഇത് സംബന്ധിച്ച് ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ പോലും ഇത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. സ്വാഭാവികമായും സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ഒരു നിയമം അല്ലെങ്കിൽ ഒരു ബില്ല്, ഈ ബില്ലിൽ ഗവർണർ ഇത്രയും നാളായിട്ട് ഒപ്പിട്ടിട്ടില്ല. സ്വാഭാവികമായും അതിനെതിരെ രാഷ്ട്രപതിയെ സമീപിക്കുന്നു, പിന്നീട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെ ഗവർണറെ മറികടന്നുകൊണ്ട് സർക്കാർ ഒരു പുതിയ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. കേരള സാങ്കേതിക സർവകലാശാലയിലാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഗവർണർ ഒപ്പുവെക്കാത്ത ബിൽ അനുസരിച്ച് തന്നെയാണ് ഈ സെർച്ച് കമ്മിറ്റി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ സെർച്ച് കമ്മിറ്റി പുതിയ നിർദ്ദേശമനുസരിച്ച് അല്ലെങ്കിൽ പുതിയ ബില്ലനുസരിച്ച് 5 അംഗങ്ങളുണ്ട്. UGC പ്രതിനിധിയും കൂടി ഈ കമ്മിറ്റിയിലുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. ഇത് ഗവർണറുടെ ഉത്തരവിൽ നിന്നാണ് ഈ UGC പ്രതിനിധിയെ കണ്ടെത്തിയത്. സർവകലാശാലകളിൽ സെനറ്റ് നോമിനികൾ ഇല്ലാതെ ഗവർണർ കഴിഞ്ഞ ദിവസം മറ്റ് സർവകലാശാലകളിലേക്കുള്ള VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് തിരിച്ചടി എന്നോണം ഇപ്പോൾ സംസ്ഥാന സർക്കാർ KTUവിൽ പുതിയ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത് നിയമക്കുരുക്കിലേക്ക് പോകും എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം സ്വാഭാവികമായും ചാൻസലർ കൂടിയായ ഗവർണർക്ക് വേണമെങ്കിൽ ഇതിനെ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അങ്ങനെ വന്നാൽ KTU VC നിയമനം വീണ്ടും ഒരു നിയമപ്രശ്നമായി മാറും. സ്വാഭാവികമായും സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് ഇത് മാറുകയും ചെയ്യും. നേരത്തെ തന്നെ സർവകലാശാലകളിൽ ഇത്തരത്തിൽ സെനറ്റ് നോമിനികൾ ഇല്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് വലിയ തരത്തിലുള്ള വിവാദമായിരുന്നു. സർക്കാരിന്റെ വലിയ തരത്തിലുള്ള എതിർപ്പിന് ഇത് കാരണവുമായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ആണ് സർക്കാർ ഇപ്പോൾ ഒരു തിരിച്ചടി എന്നുള്ള നിലയിൽ സാങ്കേതിക സർവകലാശാലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. വ്യക്തമാണ് ഗിരീഷ്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ് 5 യൂണിവേഴ്സിറ്റികളിലാണ് സെർച്ച് കമ്മിറ്റി ഗവർണർ നേരിട്ട് പുറത്തിറക്കിയത്. ആ ഉത്തരവ് പുറത്തിറക്കിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിയുന്നുള്ളൂ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KTUവിലൊരു സെർച്ച് കമ്മിറ്റി സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അങ്ങനെ ഗവർണർ സർക്കാർ പോര് മറ്റൊരു രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറയാം. അപ്പോൾ എന്തായാലും ഇത് നിയമക്കുരുക്കിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ VA ഗിരീഷ് നൽകിയ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.